നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസായി ഞങ്ങളുടെ ഓണാശംസകൾ. ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് പഴം പുളിശ്ശേരിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഏത്തപ്പഴം പുളിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ ഏത്തപ്പഴം പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പഴം പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു നേന്ത്രപ്പഴം കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിയൊരു നേന്ത്രപ്പഴമാണ്. ഈ ഒരു പഴം മതി നമ്മുടെ പുളിശ്ശേരി ഉണ്ടാക്കാൻ. പിന്നെ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഒരുപാട് പഴത്തിൻ്റെ ആവശ്യമില്ല. പഴം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല പഴുത്ത പഴമാണെന്ന് തോന്നുന്നുണ്ടല്ലേ. എന്നാൽ ഒരുപാട് പഴുത്തിട്ടുണ്ട്, ഒരുപാട് പഴുത്തിട്ടില്ല. ഈ കറുപ്പ് കളറ് കാണുന്നത് ഞാൻ പഴുത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. അതുകൊണ്ടാണ് ഈ കറുപ്പ് കളർ വന്നത്. കൂടുതൽ പഴുക്കാത്ത പഴം കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കറി ഉണ്ടാക്കാൻ പോണത് ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലേക്കൊന്ന് കട്ട് ചെയ്തിടാം. പഴത്തിൻ്റെ നടു മുറിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. നടു മുറിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്തിടാം. ഞാനിപ്പോൾ നടു മുറിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യില്ല, 4 മുറിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിടുകയാണ് ചെയ്യണത്. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് കനത്തിൽ കട്ട് ചെയ്ത്, പഴമല്ലേ പെട്ടെന്ന് വെന്ത് പോവും. അപ്പോൾ ഇതുപോലെ കുറച്ച് കനത്തിൽ കട്ട് ചെയ്തെടുത്തോളൂ. ആ ഒരു പഴം മുഴുവനും ഞാൻ ചട്ടിയിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്കൊരു കഷ്ടിയൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കഷ്ടിയൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും, എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട. ചട്ടിയിൽ ഇതാണ്ടില്ലേ, ആ പഴത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന തരത്തിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഴത്തിന് അധികം വേവില്ല, അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഇപ്പം നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇവിടെ ഞാനിതാ സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട്. ഇനി സ്റ്റവിലേക്ക് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്ത് വേവുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സഡ് ഒരു ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഫ്രഷ് തേങ്ങ ഇതുപോലെ ഒരു 2.5 പിടിയോളം തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 മുറിയോളം തേങ്ങ വേണം. അത്യാവശ്യം തേങ്ങ ഉണ്ടെങ്കിലല്ലേ നമ്മുടെ കറി കൊഴുപ്പുണ്ടാവുള്ളൂ, അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക്, ഒരു 5-6 മണി കുരുമുളക് മതി. ഒരുപാട് കുരുമുളക് ഇട്ട് കൊടുക്കരുത്. അതുപോലെ ഒരു 5-6 മണി കുരുമുളകും. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ അതിലെ ഗ്രേവി ഉണ്ടല്ലോ, വെള്ളം ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ അരച്ച് വെച്ച തേങ്ങാരപ്പുണ്ടല്ലോ, ആ തേങ്ങാരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ആ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി അരപ്പുണ്ടല്ലോ, അപ്പോൾ അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്യുക. തിക്നെസ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട. വെള്ളം ഒഴിച്ചതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാവർക്കും ഒരേപോലെയാവില്ല ഇഷ്ടം. ചിലവർക്ക് നല്ല ലൂസായിട്ടുള്ള കറിയാവും, ചിലവർക്ക് കുറച്ച് തിക്ക് വേണം. എനിക്ക് അത്യാവശ്യം കുറച്ച് കൊഴുപ്പിനുള്ള കറിയാണ് ഇഷ്ടം. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. ഇനി ഒരു തണ്ട് കറിവേപ്പില ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഒന്ന് നേരെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇതിലേക്കൊരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഇടുമ്പോഴാണ് ആ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ്. ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പഞ്ചസാര പിന്നെ പഴത്തിനും മധുരം ഉണ്ടാവും, അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ. ഉപ്പോ മധുരമോ വേണോ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോളൂ. പിന്നെ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് തിളപ്പിച്ചെടുക്കാൻ പാടുള്ളൂ. ചട്ടിയാവുകൊണ്ട് പെട്ടെന്ന് ഇനി നമുക്ക് തൈര് ഒഴിക്കണം. തൈര് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പിരിഞ്ഞു പോവുള്ളൂ. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ലോണം താഴ്ത്തി വയ്ക്കുക, അല്ലെങ്കിൽ ഓഫ് ചെയ്തിടുക ചട്ടിയുടെ. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അവിടെ ഒരു ബൗൾ തൈര് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ പൾസിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. കട്ടകൾ തീരെ പാടില്ല. ഇനി ഇതിലേക്ക് പകുതി തൈര് ഒഴിച്ചു കൊടുക്കേണ്ട. പുളി നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തൈര് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നേരെ ഒന്ന് മിക്സ് ചെയ്യുക. കാരണം തിളപ്പിച്ചിട്ട് പെരന്നി പോകരുത്. തൈരാവുകൊണ്ട് പെരന്നി പോവുള്ളൂ പെട്ടെന്ന്. ഞാൻ ആ ബൗളിൽ തൈര് മുഴുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്, എന്നാലാണ് നമുക്ക് ആവശ്യത്തിനുള്ള പുളിയുള്ളൂ. അതിനുശേഷം ഇതുപോലെ മിക്സ് ചെയ്യുക. ഇനി തിളപ്പിക്കേണ്ട. ഇനി നമുക്ക് ചട്ടിയാവേണ്ടത് സ്റ്റവ് ഓഫ് ചെയ്യാം.
ചട്ടി ആവേണ്ടതെന്നല്ല, ചട്ടി അല്ലെങ്കിലും സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി നമുക്കിതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്യണം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്കൊരു 1 ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2-3 വറ്റൽമുളകും കൂടി അതിലേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ കടുകും മുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്, കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിന് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അതൊരു കളറിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഈ പഴം പുളിശ്ശേരി ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പം നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.